بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ ബഹുമാന്യരായ ശ്രോതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വസതിയ്യ എന്ന മഹൽ ഗ്രന്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയെ വിശദീകരിച്ചുകൊണ്ട് ഈമാൻ കാര്യങ്ങൾ 6 മൊത്തത്തിൽ പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്. അതിലൂടെ നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് മൊത്തമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞ ഈമാൻ കാര്യങ്ങളിൽ
അതിൻ്റെ വിശദ വിവരങ്ങൾ ഉള്ള ഭാഗം തുടർത്തി ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നതാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തുടർന്ന് പറഞ്ഞു, വമിനൽ ഈമാനി ബില്ലാഹി അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫീ കിതാബിഹി വബിമാ വസഫഹു ബിഹി റസൂലുഹു മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീൽ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ ബൽ യുഅ്മിനൂന ബിഅന്ന അല്ലാഹ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ فلا ينفون عنه ما وصف به نفسه ولا يحرفون الكلمة عن مواضعه. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വമിനൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവെ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതിൽ പെട്ടതാണെന്ന് പറഞ്ഞ് അൽ ഈമാനു വസഫ ബിഹി നഫ്സഹു, അല്ലാഹു തൻ്റെ നഫ്സിനെ വിശേഷിപ്പിച്ചതുകൊണ്ട് വിശ്വസിക്കുക. ഫി കിതാബിഹി, അല്ലാഹുവിൻ്റെ കിതാബിൽ അഥവാ വിശുദ്ധ ഖുർആനിൽ. വബിമാ വസഫഹു ബിഹി റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വസ്ഫ് ചെയ്തതുകൊണ്ടും വിശ്വസിക്കുക, സത്യപ്പെടുത്തുക, അംഗീകരിക്കുക. മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീൽ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ, തഹരീഫും തഅ്തീലും ഇല്ലാതെ, തക്യീഫും തംസീലും ഇല്ലാതെ. ഈ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലുള്ള വിശ്വാസം മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നില്ല. അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഉണർത്തുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഉണ്മയിലുള്ള വുജൂദിലുള്ള വിശ്വാസമുണ്ട്, അള്ളാഹു റബ്ബാണെന്ന വിശ്വാസമുണ്ട്, അള്ളാഹു ഇലാഹാണെന്ന വിശ്വാസമുണ്ട്, അള്ളാഹുവിന് അസ്മാവുകളുണ്ട്, സിഫാത്തുകളുണ്ട് എന്ന വിശ്വാസമുണ്ട്. അപ്പോൾ അതിൽ സിഫാത്തുകളെ കുറിച്ചുള്ള വിഷയമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉണർത്തുന്നത്. അതുകൊണ്ടാണ് വമിനൽ ഈമാനി ബില്ലാഹ്, അള്ളാഹുവെ സത്യപ്പെടുത്തുക, അംഗീകരിക്കുക, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹു തൻ്റെ നഫ്സിനെ വസ്ഫ് ചെയ്തതിൽ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സ്വന്തത്തെ വസ്ഫ് ചെയ്തത് എവിടെയാണ്? ഫി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിലാണ്. വബിമാ വസഫഹു ബിഹി റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ വസ്ഫ് ചെയ്തതും സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ഒരു വിഷയം അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അള്ളാഹുവിൻ്റെ വുജൂദിനെ കുറിച്ചും അള്ളാഹു റബ്ബെന്നതിനെ കുറിച്ചും അള്ളാഹു ഇലാഹാണെന്നതിനെ കുറിച്ചും പറയാതെ സിഫാത്തുകളെ കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിച്ചത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഗ്രന്ഥരചന നടത്താൻ തന്നെ കാരണം, അന്ന് കാലങ്ങളിൽ ഇസ്ലാമിക ലോകത്തുള്ള വിവിധ കക്ഷികളും വകുപ്പുകളും ഗ്രൂപ്പുകളും അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ ഏറെ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വിഷയം കൂടുതൽ
പ്രാധാന്യത്തിൽ പ്രഥമ പരിഗണനയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള വിവരിക്കുന്നത്. അള്ളാഹു ഇലാഹാണ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളക്ക് ബൃഹത്തായ ഗ്രന്ഥരചനയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണത്. അസ്മാഇകളെ പരാമർശിക്കാതെ സിഫാത്തുകളുടെ വിഷയത്തിലുള്ള കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള എന്തുകൊണ്ടാണ് വിശദമായിട്ട് ഇവിടെ തുടങ്ങിയത്? രണ്ട് കാരണത്താലാണ്. ഒന്ന്, എല്ലാ ഇസ്മുകളും വിശേഷണങ്ങളെ തേടുന്നു എന്നുള്ളതാണ്. രണ്ട്, അസ്മാഉകളുടെ വിഷയത്തിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൂടുതലായി. അസ്മാഉകളെ നിഷേധിച്ച ജഹ്മികളെ പോലുള്ളതായ കക്ഷികൾ ഇസ്ലാമിക നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ കൂടുതൽ കക്ഷികളും അള്ളാഹുവിൻ്റെ ഇസ്മുകളെ, നാമങ്ങളെ നിഷേധിക്കുന്നവരായി, നിരാകരിക്കുന്നവരായി ഉണ്ടായിരുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അഭിമുഖീകരിച്ച കക്ഷികളിൽ ഏറ്റവും കൂടുതൽ കക്ഷികൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ, വിശേഷണങ്ങളെ നിരാകരിക്കുന്നവരോ നിഷേധിക്കുന്നവരോ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവരോ ഒക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. ഒന്നുകിൽ മുഹർരിഫ അല്ലെങ്കിൽ മുജസ്സിമ. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ഇനി നമ്മളിവിടെ തുടർത്തി സംസാരിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഈ പ്രയോഗം അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹു സ്വന്തത്തെ വിശേഷിപ്പിച്ചതിൽ വിശ്വസിക്കണം. എവിടെ? ഫി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിൽ. വബിമാ വസഫഹു ബിഹി റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അതിൽ ചില അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷണങ്ങളില്ലാത്ത ഒരു ഉണ്മയല്ല. പ്രത്യുത അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ അള്ളാഹുവിന് വിശേഷിപ്പിച്ചതാണ്. അള്ളാഹു വഹി ഏകിയതനുസരിച്ച് ദേഹേച്ഛ സംസാരിക്കാത്ത, വഹി മാത്രം സംസാരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതാണ്. അതൊക്കെ. രണ്ടാമത്തേത്, അള്ളാഹു കിതാബിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശേഷിപ്പിച്ചത് കൊണ്ട് വിശ്വസിക്കണമെന്നാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ ബുദ്ധി അതിനെ സ്ഥാപിക്കുന്ന വിഷയത്തിലാകട്ടെ, സിഫാത്തുകൾ സ്ഥിരീകരിക്കുന്ന വിഷയത്തിലാകട്ടെ, സിഫാത്തുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാകട്ടെ, ബുദ്ധിക്കല്ല സ്ഥാനം, ബുദ്ധിക്കല്ല ഇടം. പ്രത്യുത അള്ളാഹുവിൻ്റെ കിതാബിൽ എന്ത് വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽ വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്ത് സ്ഥിരപ്പെട്ടു എന്നതാണ്. കാരണം മനുഷ്യ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്ക് പ്രാപ്യമായൊരു വിഷയമല്ല അള്ളാഹുവിൻ്റെ ദാത്തും അള്ളാഹുവിൻ്റെ സിഫാത്തും, അതേപോലെ തന്നെ അള്ളാഹു തനിക്ക് പറഞ്ഞതായ അള്ളാഹുവിൻ്റെ അസ്മാഉകളും. അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് പ്രാപ്യമായ ഒരു മേഖല അല്ല സിഫാത്തുകളുടെ ബാബ്, അധ്യായം. അതുകൊണ്ടാണ് കിതാബിൽ വന്നതിൽ, അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതിൽ
വിശ്വസിക്കണം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, ലാ യൂസഫുല്ലാഹു ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു. അള്ളാഹു സ്വന്തത്തെ എന്തുകൊണ്ട് വസ്ഫ് ചെയ്തോ അതുകൊണ്ടേ അള്ളാഹു വിശേഷിപ്പിക്കപ്പെടാൻ പാടുള്ളൂ. ഔ വസഫഹു ബിഹി റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ എന്തുകൊണ്ട് വിശേഷിപ്പിച്ചുവോ അതുകൊണ്ടേ അള്ളാഹുവിനെ വിശേഷിപ്പിക്കപ്പെടാവൂ. ലാ യുതജാവസുൽ ഖുർആൻ വൽ ഹദീസ്, ഖുർആനും സുന്നത്തും വിട്ടുകിടക്കാൻ പാടുള്ളതല്ല. ഖുർആനും സുന്നത്തും വിട്ടുകിടന്നാൽ അതിൻ്റെ ചരിത്രത്തിലെ ഉദാഹരണമാണ് മുഅ്തസിലിയാക്കൾ, അതേപോലെ തന്നെ അശ്അരികൾ, മാതുരീദികൾ തുടങ്ങിയതായ കക്ഷികൾ. അവർ അസ്മാ വ സിഫാത്തിൻ്റെ വിഷയത്തിൽ, വിശിഷ്യ സിഫാത്തുകളുടെ വിഷയത്തിൽ അവർ ബുദ്ധിയുടെ തേട്ടത്തെയാണ് മുന്തിപ്പിച്ചത് ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും. ഫലമായോ അവർക്ക് പല സിഫാത്തുകളെയും നിഷേധിക്കേണ്ടി വന്നു. പല സിഫാത്തുകളെയും അതിൻ്റെ ബാഹ്യം എന്തെന്നറിയിക്കുന്നുവോ, ശർഈയായ താല്പര്യം എന്തെന്നറിയിക്കുന്നുവോ ആ താല്പര്യത്തിനപ്പുറം അവർക്ക് അതിൽ തങ്ങളുടെ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു, അവയോട് സമീപിക്കേണ്ടി വന്നു. അശ്അരികൾക്ക് പഠിച്ചത് എന്താണ്, മാതുരീദികൾക്കും അതേപോലെ മുഅ്തസില കക്ഷികൾക്കും പഠിച്ചത് എന്താണ് എന്നുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയേ വരുന്നതാണ്. പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ ഒരിക്കലും മനുഷ്യബുദ്ധി, കേവല ബുദ്ധി ഇടപെടുക എന്നുള്ളത് പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ കിതാബിൽ വന്നതിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ വന്നതിലും പരിമിതപ്പെടുകയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പറയാണ്. നീചവൃത്തികൾ, അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും, പാപങ്ങൾ, അന്യായമായുള്ള അതിക്രമങ്ങൾ, അള്ളാഹു യാതൊരുവിധ പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, അത് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ മേൽ പറഞ്ഞുണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ പറഞ്ഞുണ്ടാക്കൽ എന്ന പാപങ്ങളിലെ മഹാപാപം മനുഷ്യന്മാർക്ക് സംഭവിക്കും. എപ്പോൾ മനുഷ്യന്മാർ തങ്ങളുടെ അഖ്ൽ ഉപയോഗിച്ച് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ കിതാബിലും സുന്നത്തിലും പരിമിതപ്പെടുകയാണ് വേണ്ടത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അവനെ വർണ്ണിക്കാനും അവനെ വിശേഷിപ്പിക്കുവാനും ഒരിക്കലും ഒരു ബുദ്ധിമാനും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യന്മാരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു വിധി പറയുവാൻ മനുഷ്യബുദ്ധി അശക്തമാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അറിഞ്ഞ് വിധിക്കാൻ അശക്തമായ ബുദ്ധി പിന്നെ എങ്ങനെയാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധി വിവരം നൽകുകയും വിശേഷണങ്ങൾ പറയുകയും ചെയ്യുക? അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളത് എല്ലാ ബുദ്ധിമാർക്കും അറിയുന്ന വിഷയമാണ്. ഈ പ്രയോഗത്തിൽ അള്ളാഹുവിൻ്റെ നഫ്സിനെ അള്ളാഹുവിൻ്റെ കിതാബിൽ വിശേഷിപ്പിച്ചതുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതുകൊണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് എന്ന കാര്യം അതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അള്ളാഹു
ഉണ്മയില്ലാത്ത കേവലം ഊർജരൂപമല്ല. പ്രത്യുത അള്ളാഹുവിന് ഉണ്മയുണ്ട്, ഒരു ദാത്തുണ്ട്, ഒരു നഫ്സുണ്ട്. ആ നഫ്സിന്, ആ ദാത്തിന്, ആ ഉണ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശേഷണങ്ങൾ ഉള്ളതായി അറിയിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു വഹ്യേകിയതനുസരിച്ച്. അള്ളാഹുവിന് ദാത്തിയായ സിഫാത്തുകൾ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ അള്ളാഹുവിന് ഉള്ളതായ, അള്ളാഹുവിന് വിശേഷണം ഉള്ളതായി കൊണ്ടിരിക്കുന്ന ദാത്തിയായ സിഫാത്തുകൾ, അള്ളാഹുവിന് ഹയാത്ത്, അള്ളാഹുവിന് ഇൽമ്, അള്ളാഹുവിന് ഖുദ്റത്ത്, ഹിക്മത്ത് തുടങ്ങിയതായ വിശേഷണങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. ആ വിശേഷണങ്ങളിലാണ് ഇപ്പോഴും അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് ആ സിഫാത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയും അസിഫാത്തു ദാത്തിയ്യത്തുൽ മഅനവിയ്യ, അങ്ങനെയുള്ള സിഫാത്തുകളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ളതായ, നിലനിൽക്കുന്നതായ സിഫാത്തുകളിൽ സിഫാത്ത് ദാത്തിയ്യ അൽ ഖബരിയ്യ എന്ന് പറയുന്ന സിഫാത്തുകളുണ്ട്. അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കണ്ണുകളുണ്ട് തുടങ്ങിയിട്ടുള്ളതായ സിഫാത്തുകൾ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്ത്, വേണ്ടുക, ഉദ്ദേശം, അതുമായി ബന്ധപ്പെട്ടുള്ളതായ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുണ്ട്. അതിനാണ് സിഫാത്തുൽ ഫിഅലിയ്യ എന്ന് പറയുക. മനസ്സിലല്ലേ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞു, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർദ ലിഇബാദിഹിൽ കുഫ്ർ വഇൻ തഷ്കുറു യർദഹു ലക്കും. നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ധന്യനാണ് നിങ്ങളെ തൊട്ട്. ഒരിക്കലും തന്റെ ദാസന്മാർക്ക് വലാ യർദ ലിഇബാദിഹിൽ കുഫ്ർ, അള്ളാഹു കുഫറിനെ തൃപ്തിപ്പെടുന്നില്ല. ഈ വഇൻ തഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ യർദഹു ലക്കും, അള്ളാഹു നിങ്ങൾക്കത് തൃപ്തിപ്പെടുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നു എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ ഒരു ഫിഅലിയായ സിഫത്താണ്, തൃപ്തിപ്പെടുക, അള്ളാഹു തൃപ്തിപ്പെടും എന്നുള്ളത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വേണ്ടുക, അതിൻ്റെ തേട്ടമനുസരിച്ച്, മശീഅത്ത് അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ളതായ സിഫാത്തുകളുണ്ട്. അതിനാണ് സിഫാത്ത് ഫിഅലിയ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദ വിവരങ്ങളും അതിൻ്റെ ഇനങ്ങളും വിശദീകരിച്ചു കൊണ്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകൾ എങ്ങനെ വിശ്വസിക്കണം? അതാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കിതാബിൽ വന്നതനുസരിച്ചുള്ളതായ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞു അവന് വിശേഷണങ്ങൾ. വജാഅ റബ്ബുക് വൽ മലക്കു സഫൻ സഫ. വജാഅ റബ്ബുക്, ഇവിടെ റബ്ബിൻ്റെ മജീഇനെ കുറിച്ച്, വരവിനെ കുറിച്ചാണ് പറയുന്നത്. അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുന്നതുമായി ബന്ധപ്പെട്ട്, വിചാരണക്ക് ആഗതമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ ആയത്താണ്. അവിടെ മാദിയായ ഫിഅലാണ് പ്രയോഗിച്ചത്, വന്നു എന്നർത്ഥമുള്ള. അത് തൗക്കീദിനും തഹ്ഖീഖിനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആഗമനം അത്രമാത്രം ഉറപ്പാണ് എന്നുള്ളത് അറിയിക്കാനാണ് അള്ളാഹുവിൽ നിന്നുള്ളതായ ആ പ്രയോഗം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തനിക്ക് പറഞ്ഞ കുറേ സിഫാത്തുകളുണ്ട്. ഫിഅലിയായ സിഫാത്ത്, ദാത്തിയായ സിഫാത്ത് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഇതേ രീതിയിൽ. അതിലൊക്കെ വിശ്വസിക്കണം. എങ്ങനെ? പിന്നീട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വരും. അതേപോലെ വബിമ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ വിശേഷിപ്പിച്ചുവോ ആ രീതിയിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അള്ളാഹുവിനുള്ള വസ്ഫ് വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലാണ്. സുന്നത്ത് നമുക്കറിയാം 3 രീതിയിലാണ്. ഒന്ന് സുന്നത്തുൻ ഫിഅലിയ്യ, 2 സുന്നത്തുൻ ഖൗലിയ്യ,
മൂന്നാമത്തേത് സുന്നത്തുൽ തഖ്രീരിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുത്ത നിലക്കൊക്കെ അള്ളാഹുവിനുള്ള വസ്ഫുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബുന അല്ലാഹുല്ലദീ ഫിസ് സമാഇ തഖദ്ദസ ഇസ്മുക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. ആകാശത്തിന്മേലുള്ളതായ ഞങ്ങളുടെ രക്ഷിതാവേ, തഖദ്ദസ ഇസ്മുക്, നിന്റെ നാമം പരിശുദ്ധമായിരിക്കുന്നു. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലദീ ഫിസ് സമാ, ആകാശത്തിന്മേലുള്ളവനായ ഞങ്ങളുടെ റബ്ബ് എന്നാണ്. അപ്പോൾ ആകാശത്തിന്മേൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഖൗല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് അള്ളാഹുവിനെ കുറിച്ച് മുഖല്ലിബൽ ഖുലൂബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖല്ലിബുൽ ഖുലൂബാണ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഒരു വിശേഷണം പറയുകയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് വാക്കിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. ഇതേപോലെ ഫിഅലിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വസ്ഫ് ചെയ്തത് വർണ്ണിച്ചതിൻ്റെ മറ്റൊരു ഉദാഹരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ അറഫയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചപ്പോൾ സഹാബത്തിനോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗത്, ഞാൻ എത്തിച്ചു തന്നില്ലേ? ഇത് അറഫയിൽ അതേപോലെ തന്നെ ജംറകളിൽ എറിഞ്ഞപ്പോഴും ഹജ്ജിന്റെ ചില വേദികളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചതാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതെ, 3 തവണ അത് ആവർത്തിച്ചു എന്നാണ്. ഈ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാകുക എന്ന് പറഞ്ഞ് യർഫഉ ഇസ്ബഅഹു ഇല സമാ വയൻകുതുഹാ ഇലന്നാസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് തൻ്റെ വിരലിനെ ഉയർത്തി എന്നാണ്. അല്ലാഹുവേ നീ സാക്ഷിയാകുക എന്ന് പറഞ്ഞാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് തൻ്റെ വിരലിനെ ഉയർത്തിയത്. ഈ ചെയ്തിയിൽ, ഈ പ്രവൃത്തിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസ്ഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നത് തൻ്റെ പ്രവൃത്തിയിലൂടെ അല്ലാഹു എവിടെയാണ് ഉള്ളത് എന്നത്. ഇതേപോലെ മുആവിയ അസുലമി റളിയല്ലാഹു തആലാന്റെ ഹദീസിൽ അദ്ദേഹം ഒരു അടിമ പെണ്ണിനെ അടിച്ച്, ആ അടിമ സ്ത്രീ ആടിനെ മേക്കുന്ന ഒരു ഇടയത്തി പെണ്ണായിരുന്നു. ഖേദം പൂണ്ട മുആവിയ അസുലമി റളിയല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചപ്പോൾ ആ ജാരിയത്തിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഐന അല്ലാഹ്, അല്ലാഹു എവിടെയാണ്? ഖാലത്ത് ഫിസ്സമ, ആ അടിമപ്പെട്ട് പറഞ്ഞു ആകാശത്തിന്മേലാണ്. മനസ്സിലായില്ലേ? ആ സ്ത്രീ അത് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറച്ചിൽ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. മുആവിയ അസുലമിയോട് പറഞ്ഞു, ഈ സ്ത്രീയെ നിങ്ങൾ മോചിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ആ സ്ത്രീ ഫിസ്സമ എന്ന അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അതിനെ അംഗീകരിച്ചു, ആ സ്ത്രീയുടെ പറച്ചിലിന്. അപ്പോൾ ഇത് ഇഖ്റാറിലൂടെയുള്ള, അംഗീകാരത്തിലൂടെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അള്ളാഹുവിനുള്ള വിശേഷണമാണ്, വിശേഷിപ്പിക്കലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വബിമാ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ വസ്ഫ് ചെയ്തതിലും ഈമാൻ ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ വസ്ഫ് ചെയ്തത് ഒന്നുകിൽ ഫിഅലിലൂടെ, പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ ഖൗലിലൂടെ, വാക്കിലൂടെ, അല്ലെങ്കിൽ തഖ്രീർ, ഇഖ്റാർ, അംഗീകാരത്തിലൂടെ. അതിൻ്റെ ഓരോ ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ ഈ വിഷയത്തിൽ കേൾപ്പിക്കുകയുണ്ടായത്. അള്ളാഹു കിതാബിൽ അള്ളാഹുവിനെ വസ്ഫ് ചെയ്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 നിലക്ക് അള്ളാഹുവിനെ വസ്ഫ് ചെയ്തത്, അത് നമ്മളിൽ വിശ്വസിക്കണം, അതിൽ നമുക്ക് ഈമാൻ ഉണ്ടാകണം. എങ്ങനെയായിരിക്കണം ആ ഈമാൻ? അതാണ് പിന്നീട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉണർത്തുന്നത്, മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅതീൽ.
തഹരീഫ് കൂടാതെ, തഹരീഫ് ഇല്ലാതെ, അതേപോലെ തഅ്തീലും ഇല്ലാതെ. എന്താണ് തഹരീഫ്? തഹരീഫ് എന്ന് പറഞ്ഞാൽ തഗ്യീർ, തബ്ദീൽ എന്നാണ് അതിൻ്റെ അർത്ഥം. മാറ്റുക, തിരുത്തുക എന്നൊക്കെയാണ്. തഹരീഫും തബ്ദീലൊക്കെ ജൂതന്മാരെ പണിയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞില്ലേ, യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വചനങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ തെറ്റിക്കുന്നവരാണ് എന്ന് പറഞ്ഞില്ലേ? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് യുഹർരിഫൂ എന്നാണ്, തഹരീഫ് നടത്തുക എന്നാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ എങ്ങനെ തഹരീഫ്? അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലുള്ള തഹരീഫ് അൻ തുഗയ്യറ വതുബദ്ദൽ അൽഫാദുഹാ ഔ മആനിഹാ അൻ ളവാഹിരിഹാ. അൻ തുഗയ്യറ വതുബദ്ദൽ അൽഫാദുഹാ, സിഫാത്തുകളുടെ ലഫ്ദുകളെ മാറ്റുക, അതിൽ വ്യത്യാസം വരുത്തുക. അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളെ, ആ ആശയങ്ങളുടെ ബാഹ്യം ഏതെന്നറിയിക്കുന്നുവോ അതിനെ തൊട്ട് മാറ്റുക, തിരുത്തുക എന്നുള്ളതാണ്. അതായത് ഏതൊരു സിഫത്താണോ അനുയോജ്യമായ ഒരു മാന അതിനുണ്ട്, ആ മാനയെ തൊട്ട് സിഫാത്തിനെ തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അത് തഹരീഫാണ്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കത് വിശദീകരിക്കാൻ പറ്റും. ഇപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, ജൂതന്മാരാണ് തഹരീഫിൻ്റെ ഒന്നാം നമ്പർ ഉദാഹരണം. കാരണം എന്താ? ജൂതന്മാർ യുഹർരിഫൂൻ, അവർ തഹരീഫ് നടത്തുന്നു, മാറ്റുന്നു, തിരുത്തുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ജൂതന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖൂലു ഹിത്തത്തുൻ, ജൂതന്മാരെ നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയണം എന്ന് പറഞ്ഞു. എന്താ ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ? പഠിച്ചവനെ ഞങ്ങൾക്ക് പുറത്തു കൊണ്ടാ എന്നാണ്. ഇത് അവരോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കാരണം അവരിൽ നിന്ന് കുറേ അപരാധങ്ങൾ വന്നു. അവർ അള്ളാഹുവിനോട് കുറേ ധിക്കാരം പ്രവർത്തിച്ചു. അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനോട് അവർ കുറേ ധിക്കാരം പ്രവർത്തിച്ചു. അതിനപ്പുറം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം എന്ന് അവരോട് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്തൊരു വാക്ക് അവർ തഹരീഫ് നടത്തി, തബ്ദീൽ നടത്തി, അവർ പറയുകയാണ് ഉണ്ടായത്. ഹിത്തത്തുൻ എന്ന് പാപമോചനം കൊണ്ടായ എന്ന അർത്ഥം വരുന്ന ആ പദത്തിന് പകരം അവർ ഹിൻതത്തുൻ എന്നാണ് പറഞ്ഞത്. ഹിൻതത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗോതമ്പമണി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഹിത്തത്തുൻ എന്നുള്ളതിൽ അല്പം ഒരു കൈക്രിയ, ഒരു നൂന അവർ ഏറെ ചേർത്ത്. പാപമോചനം എന്ന അർത്ഥമുള്ള ഹിത്തത്തിന് പകരം ഹിൻതത്തുൻ എന്നവർ പറഞ്ഞു. അപ്പോൾ പാപമോചനം എന്നുള്ളതിന് പകരം എന്തായി? ഗോതമ്പ് മണി എന്നായി. മനസ്സിലായി? ഇതാണ് തഹരീഫിൻ്റെ ജൂതന്മാരുടെ സാമ്പിൾ. മനസ്സിലായില്ലേ? ഈ തഹരീഫ് അത് സിഫാത്തുകളുടെ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തെ വിവിധ കക്ഷികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വസ്ഫ് ചെയ്ത് വിശേഷിപ്പിച്ച് പറഞ്ഞു, അർ റഹ്മാനു അലൽ അർശിസ്തവ. അർ റഹ്മാൻ പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൽ അർശിസ്തവ, അർഷിന്മേൽ ഇസ്തിവായിലായിരിക്കുന്നു. ഇസ്തവ എന്ന് പറഞ്ഞാൽ അല വർത്തഫ, ഉപരിയിലായിരിക്കുന്നു, മേലെയായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പൊ അർ റഹ്മാൻ അലൽ അർശിസ്തവ എന്നാണ് അള്ളാഹു അർഷിന്മേലായിരിക്കുന്നു എന്നുള്ളതാണ്. തഹരീഫ് നടത്തിയ കക്ഷികൾ എങ്ങനെയാണ് തഹരീഫ് നടത്തിയത്? ഒരു വിഭാഗം ഇസ്തൗല എന്ന് പറഞ്ഞു. ഇസ്തവ എന്നുള്ളതിന് ഇസ്തൗല എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തവ എന്നുള്ളതിൽ ഇസ്തൗല എന്ന് വരുമ്പോൾ എന്തായി? ജൂതന്മാർ നൂന് അധികരിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ലാമിനെ അധികരിപ്പിച്ചു. ഇസ്തവ എന്നുള്ളതിൽ ഇസ്തൗല എന്ന് ലാം അധികരിപ്പിച്ച് പറഞ്ഞാൽ ആധിപത്യം നേടി, അതിജയിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. രണ്ട് നിലക്ക് തഹരീഫ്. ഒന്ന്, ആ പദത്തിൽ തഹരീഫ് വന്നു.
ജൂതന്മാരെ പോലെ തന്നെ ഹിത്തത്തു എന്നുള്ളത് ഹിത്തത്തു നൂന അധികരിപ്പിച്ചിട്ട് പദത്തിൽ അവർ തബ്ദീലും തഗീറും നടത്തി, മാറ്റത്തിരുത്തലുകൾ നടത്തി. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധം അവൻ്റെ മഹിത സിംഹാസനത്തിന് മുകളിലാണ് എന്നുള്ള തനിക്കുള്ള വിശേഷണത്തെ അറിയിക്കാനാണ് അർ-റഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞത്. അതിനെ തബ്ദീൽ, തഗ്യീർ, തഹ്രീഫ് നടത്തിയിട്ട് അർഷിനെ അതിജയിച്ചു, അർഷിനെ കീഴ്പ്പെടുത്തി എന്ന അർത്ഥം വരുന്നതായ ഇസ്തൗല എന്ന അറബി പദാക്കിയിട്ട് അതിനെ മാറ്റി. അതൊരു രീതിയിലുള്ള തഹ്രീഫ്. രണ്ടാമത്തേത് ഇസ്തവ എന്ന് പറഞ്ഞാൽ അല വർത്തഫ എന്നതിൻ്റെ അർത്ഥം. അല എന്ന് പറഞ്ഞാൽ മുകളിൽ ഉയർന്നു, അല്ലെങ്കിൽ മുകളിലായി, ഇർത്തഫ എന്നൊക്കെയാണ് അതിൻ്റെ കൃത്യമായ അറബിയിലുള്ള മാന. ഇസ്തൗല എന്നാകുമ്പോഴോ അല, ഇർത്തഫ എന്നീ അർത്ഥങ്ങൾ ഇസ്തവക്ക് അതിന് നഷ്ടപ്പെട്ടു, ഇസ്തൗല എന്നാകുമ്പോൾ. അപ്പോൾ കെലിമത്തിലും തഹരീഫ്, മാനയിലും തഹരീഫ്. മനസ്സിലായില്ലേ? മറ്റൊരു ഉദാഹരണം, അള്ളാഹുവിന് കലാം എന്നുള്ള സാത്തിയായ സിഫത്തുണ്ട്. അള്ളാഹു സംസാരം, അള്ളാഹുവിന് സംസാരിക്കുന്നവൻ, അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്, അവൻ സംസാരിക്കുന്നവനാണ്. സംസാരം, കലാം എന്നുള്ള സിഫത്ത് അള്ളാഹുവിന് തുടരുന്നു, കാരണം അത് അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്താണ്. എന്നാൽ ഈ സിഫത്തിനെ നിഷേധിച്ച മുഅത്തില വിഭാഗമുണ്ട്, അതിനെ നിരാകരിക്കുന്നവരുണ്ട്. തഹരീഫ് ചെയ്തിട്ടാണ് നിരാകരണത്തിലേക്ക് എത്തുന്നത്. അവരാദ്യം നടത്തിയ തഹരീഫ് എന്താ? നേരിയ ഒരു തിരുത്താൻ. അത് ഗ്രാമറിലാണ്, വ്യാകരണത്തിലാണ് അവർ നിർവഹിച്ചത്. ഉദാഹരണത്തിന് വക്കല്ലമല്ലാഹു മൂസ തക്ലീമ. എന്താ കല്ലമല്ലാഹു മൂസ തക്ലീമ? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസയോട് സംസാരിച്ചു എന്നാണ്. അള്ളാഹു മൂസയോട് സംസാരിച്ചു. ഇവിടെ ഈ രീതിയിൽ അള്ളാഹു പറഞ്ഞ രീതിയിൽ അർത്ഥം പറയുകയാണെങ്കിൽ അള്ളാഹു സംസാരിച്ചു. അപ്പം അള്ളാഹ്ക്ക് കലാം എന്നുള്ള സിഫത്തുണ്ട്. ജഹമികളെ സംബന്ധിച്ചിടത്തോളം ഈ സിഫത്ത് അവർ സമ്മതിക്കൂല. അള്ളാഹ്ക്ക് സിഫാത്തുകളില്ല എന്ന് വാദിക്കുന്നവരും ജൽപ്പിക്കുന്നവരുമാണ് ജഹമികൾ. അവരെന്ത് ചെയ്ത്? അവർ അള്ളാഹു സംസാരിച്ചു എന്നുള്ളത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് അവർ കല്ലമല്ലാഹ മൂസ തക്ലീമ എന്നാക്കി. അള്ളാഹു എന്നത് ഇവിടെ ഫായിലാണ്, പക്ഷെ അവരെന്ത് ചെയ്ത് അതിനെ മഫ്ഊലാക്കി. കല്ലമല്ലാഹ, അള്ളാഹുവോട് സംസാരിച്ചു. ആര്? മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചു. തക്ലീമ, മനസ്സിലായി? തക്ലീമ എന്നുള്ളത് മഫ്ഊൽ മുത്ലഖ്. അപ്പോൾ അള്ളാഹു മൂസയോട് സംസാരിച്ചു എന്നുള്ളതിന് നേരെ തിരിച്ച് അള്ളാഹുവോട് മൂസ സംസാരിച്ചു. എന്തിനാണ് ഈ വ്യാകരണത്തിൽ തഹരീഫ് നടത്തിയത്? വ്യാകരണത്തിൽ തഹരീഫ് നടത്തിയത് കലാം എന്നുള്ള കലാം എന്നുള്ള അള്ളാഹുവിൻ്റെ സിഫത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് നിരാകരിക്കുന്നതിന് വേണ്ടി. ഇമാം അബു അംർ ഇബ്നുൽ അല റഹിമഹുല്ല അറിയപ്പെട്ട വ്യാകരണ പണ്ഡിതനാണ്. അദ്ദേഹം അബു അംർ ഖാരി ആണ്, ആധികാരികരായ പണ്ഡിതനുമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ജഹ്മി, അതായത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും അള്ളാഹുവിൻ്റെ അസ്മാവുകളെയും നിഷേധിക്കുന്ന ഒരു ജഹ്മി വന്നിട്ട് എന്ത് ചെയ്ത്? അബു അംർ ഇബ്നുൽ അലയുടെ മുമ്പിൽ കല്ലമല്ലാഹു മൂസ തക്ലീമ എന്നുള്ളത് കല്ലമല്ലാഹ മൂസ തക്ലീമ എന്ന് ഓതി. അവൻ്റെ വിശ്വാസത്തെ ന്യായീകരിക്കുന്ന വിധം ഓതി. അള്ളാഹു മൂസയോട് സംസാരിച്ചിട്ടില്ല, മൂസ അള്ളാഹുവോടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അബു അംർ ഇബ്നുൽ അല റഹിമഹുല്ല അറിയപ്പെട്ട വ്യാകരണ പണ്ഡിതനും ഖാരിയും ഓത്തുകാരനും അതേപോലെ തന്നെ സുന്നത്തിൽ ജ്ഞാനമുള്ള പണ്ഡിതനുമാണ്. അദ്ദേഹം ഈ ജഹ്മിയോട് പറഞ്ഞു, ഓക്കെ, വാദത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഓത്ത് ഞാൻ സമ്മതിച്ചു തന്നാൽ തന്നെയും ഫമാദാ തഖൂലു ഫീ ഖൗലിഹി തആല വകല്ലമഹു റബ്ബുഹു. കല്ലമഹു റബ്ബുഹു, മൂസയോട് തൻ്റെ റബ്ബ് കല്ലമഹു സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ എന്തർത്ഥം പറയും? ഇതോടുകൂടി ആ ജഹ്മി ഉത്തരം മുട്ടിയെന്നാണ്. അവിടെ ഒരു തിരുത്താനും പറ്റൂല.
മനസ്സിലായി? കല്ലമഹു റബ്ബുഹു, അള്ളാഹു സംസാരിച്ചു. കല്ലമഹു മൂസയോട് സംസാരിച്ചു, റബ്ബുഹു മൂസയുടെ റബ്ബ് സംസാരിച്ചു. അപ്പം അവിടെ വ്യക്തമാണ്. അപ്പം അള്ളാഹുവിന് കലാം എന്നുള്ള സിഫത്തുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതോടുകൂടി ആ ജഹമി ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു വരുന്നത് തഹ്രീഫ് എന്ന് പറഞ്ഞാൽ സിഫാത്തുകളെ തബ്ദീൽ ചെയ്യുക, തഗ്യീർ ചെയ്യുക, മാറ്റുക. ചിലപ്പോൾ അത് ചില അക്ഷരങ്ങൾ കൂട്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഇപ്പം അതേപോലെ തന്നെ ജഹ്മി ചെയ്തതുപോലെ തന്നെ വ്യാകരണം അത് തെറ്റിച്ചുകൊണ്ടായിരിക്കും. ഫായില് മഫൂലാക്കുക, മഫൂല് ഫായിലാക്കുക, ഇങ്ങനെയൊക്കെ കർത്താവിനെ കർമ്മമായി, കർമ്മം കർത്താവായി ഒക്കെ മാറ്റിക്കൊണ്ടുള്ളതായ തഹ്രീഫ്. വേറെയും ഇതിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഒരു വിഭാഗം ആളുകൾ അവരും ജഹ്മികളെ മനസ്സിലായി ഈ സിഫാത്തുകളുടെ പിന്നെ തഹരീഫ് നടത്തുന്നതിൻ്റെ ആ ഗൗരവം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇതോടനുബന്ധിച്ച് നമ്മൾ ഉദാഹരിച്ചു പോണത്. അപ്പോൾ തഹരീഫ് എന്ത് എന്നുള്ളത് നമുക്ക് ശരിക്കും അടിവരയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വക്കല്ലം അള്ളാഹു മൂസ തക്ലീമ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചു എന്നുള്ളതിനെ ആ അള്ളാഹുവിന് സംസാരം എന്നുള്ള സിഫത്തുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യണം? അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കണം. അതിനെന്ത് ചെയ്ത്? തഹരീഫ് ചെയ്ത് ആ സിഫത്തിനെ നിരാകരിക്കുക എന്നുള്ളതാണ് തഅ്തീൽ. അതിന് നമുക്ക് വരുന്ന ഭാഗമാണ്. അതിനെന്ത് ചെയ്യും? തഅ്തീലിന് വേണ്ടി നിരാകരിക്കാൻ വേണ്ടിയിട്ട് തഹരീഫ്, സിഫത്തിനെ കോട്ടിമാറ്റി, അതിനെ തബ്ദീൽ, മാറ്റത്തിരുത്തലിന് വിധേയാക്കി. അതിന് മറ്റൊരു ഉദാഹരണമാണ് മറ്റൊരു ജഹ്മി ഈ കല്ലം അല്ലാഹു മൂസ തക്ലീമ എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ ചെയ്തത്. കല്ലമ എന്ന് പറഞ്ഞാൽ മുറിവാക്കുക എന്നർത്ഥമുണ്ട്, മുറിവുണ്ടാക്കുക. കെല്ലമാണ് കെൽമിൽ നിന്ന്, കെൽമ പറഞ്ഞാൽ ജുറുഹ് എന്നർത്ഥം. അപ്പം കെല്ലമ എന്ന് പറഞ്ഞാൽ ജറഹ, മുറി ഉണ്ടാക്കി. അപ്പം കെല്ലം അല്ലാഹു മൂസ തക്ലീമ എന്ന് പറഞ്ഞാൽ എന്താ ജഹ്മി അർത്ഥം പറഞ്ഞത്? കെല്ലം അള്ളാഹു വേദനിപ്പിച്ചു മൂസയെ, തക്ലീമ ഒരു വേദനിപ്പിക്കൽ. മനസ്സിലല്ലേ? ഇങ്ങനെ അർത്ഥം പറഞ്ഞു അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വേദനിപ്പിച്ചു. എന്നാലും എന്തും അറിയില്ല, അള്ളാഹു സംസാരിച്ചു എന്നുള്ളത് സമ്മതിക്കില്ല. മനസ്സിലല്ലേ? അപ്പം നോക്കി നിങ്ങൾ തഹരീഫിൻ്റെ അപകടം, അതിലൂടെ ഉണ്ടായ അപകടം മനസ്സിലല്ലേ? സിഫത്തിനെ തബ്ദീൽ ചെയ്യുമ്പോൾ, മാറ്റി തിരുത്തുമ്പോൾ, അതിൻ്റെ ലഫ്ളാകട്ടെ ആശയമാകട്ടെ മാറ്റി തിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതായ സിഫാത്തിനെ നിരാകരിക്കലാണ്. സിഫാത്തിനെ നിരാകരിക്കലാണ്. അതുകൊണ്ടാണ് തഹരീഫിനെയും തഅ്തീലിനെയും ഒപ്പം പറഞ്ഞത് മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീൽ എന്ന് പറഞ്ഞത്. എന്താ തഅ്തീൽ? തഅ്തീൽ എന്ന് പറഞ്ഞാൽ ഇഖ്ലാൽ എന്ന അർത്ഥം, ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ബിഇറിൻ മുഅത്തല. എന്താ ബിഇറുൻ മുഅത്തല എന്ന് പറഞ്ഞാൽ? ഖാലിയത്തു മിനൽ മാ, വെള്ളമില്ലാത്ത കിണർ എന്നർത്ഥം. സിഫാത്തുകളിലുള്ള തഅ്തീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാഉല്ലാഹി ജല്ല വഅല അനിൽ വസ്ഫി, അള്ളാഹുവിനെ സിഫത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നർത്ഥം. അള്ളാഹുവിനെ സിഫത്തിൽ നിന്ന് ഒഴിവാക്കുക. പല കൂട്ടരുണ്ട് ആ വിഷയത്തിൽ. ഒരു വിഭാഗം സൃഷ്ടാവെന്നില്ല എന്ന് പറയണമല്ല, സൃഷ്ടിക്ക് സൃഷ്ടാവില്ല എന്ന് പറയുന്നവരാണ്. അപ്പോൾ അവർ സൃഷ്ടാവിനെ തന്നെ നിരാകരിക്കുന്ന വിഭാഗമാണ് തഅ്തീൽ, നിരീശ്വരവാദികളെ പോലുള്ളവർ. ചിലർ സൃഷ്ടാവായ അള്ളാഹു ഇബാദത്തിനെ അവകാശപ്പെടുന്നുണ്ട്, അവനോടെ ഇബാദത്ത് പാടുള്ളൂ. അപ്പോൾ സൃഷ്ടാവായവനാണ് ഇബാദത്തിനെ ഇസ്തിഹ്ഖാഖ്,
അവകാശപ്പെടുന്നവൻ. സൃഷ്ടാവാണെന്ന് സമ്മതിച്ചിട്ട് ഇബാദത്ത് അള്ളാഹുവിന് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഖാലിഖായ അള്ളാഹുവിനെ ഇബാദത്തിന്റെ വിഷയത്തിൽ തഅ്തീൽ ചെയ്യലാണ്. ഇബാദത്ത് അള്ളാഹുവിനെ ഒഴിവാക്കുക. മൂന്നാമതൊരു കൂട്ടർ, അവരാണ് നമ്മളുടെ വിഷയത്തിന്റെ ഭാഗം. അള്ളാഹുവിന് സിഫാത്തുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഒഴിവാക്കുക. പഠിച്ചവന്റെ സിഫാത്തുകളെ അള്ളാഹുവിനെ നിരാകരിക്കുക. അള്ളാഹു പറഞ്ഞതായ വിശേഷണങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ സിഫാത്തുകളെ എന്ത് ചെയ്യാം? നിരാകരിക്കുക. അള്ളാഹുവിനെ തന്നെ, ഖാലിഖിനെ തന്നെ നിരാകരിക്കുന്ന, തഅ്തീൽ നടത്തുന്നവർ തൗഹീദുർ റുബൂബിയ്യയെ നിരാകരിക്കുന്നവരാണ്. ഖാലിഖിനെ സംബന്ധിച്ചിട്ട് ഇബാദത്ത് അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കുന്നവർ, അത് ചിലതാകട്ടെ മുഴുവനാകട്ടെ, നിരാകരിക്കുന്നവർ, അവർ തൗഹീദുൽ ഉലൂഹിയയെ നിരാകരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കുന്നവർ, അവർ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ തഅ്തീൽ, നിരാകരണം നടത്തുന്നവരാണ്. അള്ളാഹുവിൻ്റെ മുഴുവൻ സിഫാത്തുകളെയും അള്ളാഹുവിന് നിരാകരിച്ചവരുണ്ട്. അവരാണ് മുഅത്തില എന്ന് പറയുന്ന കക്ഷിക്കാർ. ചില സിഫത്തുകളെ നിരാകരിച്ചവരുണ്ട്. ഇപ്പം അശ്അരികൾ, മാതുരീദികൾ തുടങ്ങിയ ആളുകൾ പഠിച്ചവന് പ്രസിദ്ധമായിട്ടുള്ള 7 സിഫാത്തുകൾ സമ്മതിക്കുകയും എന്നാൽ അള്ളാഹുവിന് ഇതര സിഫാത്തുകളെ തഹരീഫ് നടത്തിയിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരായ വിഭാഗം, അശ്അരികളെപ്പോലുള്ള മാതുരീദികളെപ്പോലുള്ളതായ വിഭാഗം. മനസ്സിലായി? അള്ളാഹുവിന് ഹയാത്ത്, ഇൽമ്, ഇറാദത്ത്, സമഅ്, ബസർ, പിന്നെ മശിയത്ത് തുടങ്ങിയതായ സിഫാത്തുകളെ അശ്അരികളും മാതുരീദികളും സമ്മതിക്കും. എന്നാൽ അള്ളാഹുവിന് പറയപ്പെട്ട ഇതര സിഫാത്തുകളെ അവർ ആദ്യം തഹരീഫ് നടത്തും. ഇപ്പം ഇസ്തവ എന്നുള്ളത് ഇസ്തൗല എന്ന് തഹരീഫ് നടത്തിയതുപോലെ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ യദിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇബ്ലീസിനോട് പറഞ്ഞില്ല, മാ മനാക്കാൻ തസ്തുദ ലിമാ ഖലഖ്തു ബിയദൈ, എൻ്റെ 2 കരങ്ങൾ കൊണ്ട് ഞാൻ പടച്ചതിന് സുജൂദ് ചെയ്യുവാൻ എന്നെ തടഞ്ഞത് എന്താണെന്ന് ചോദിച്ചില്ല. അവിടെ യദ് എന്നുള്ളതിന് ഖുദ്റത്ത്, കഴിവ് എന്ന് തഹരീഫ്, അർത്ഥത്തിൽ തഹരീഫ് നടത്തിയിട്ട്, മാറ്റത്തിരുത്തൽ നടത്തിയിട്ട് യദ് എന്നുള്ള സിഫത്തിനെ നിരാകരിച്ചവരുണ്ട്. മനസ്സിലായി? അവരുടെ ഉദാഹരണമാണ് ആര്? പിന്നെ അശ്അരികളും മാതുരീദികളൊക്കെ. മനസ്സിലായി? ഇങ്ങനെ സിഫാത്തിൻ്റെ വിഷയത്തിൽ തഅ്തീൽ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതായ വിശേഷണങ്ങളെ നിരാകരിക്കുക. ശരിയായിട്ടുള്ള വിശ്വാസം എന്താണ്? അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. പിഴച്ചുപോയ കക്ഷികൾ, അവർ തഹരീഫ് നടത്തിയവരുണ്ട്, അതേപോലെ തന്നെ തഅ്തീൽ നടത്തിയവരുണ്ട്. ആ രീതിയിൽ വ്യതിചലിക്കാതെ, തഹരീഫും തഅ്തീലുമില്ലാതെ അള്ളാഹു തൻ്റെ കിതാബിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതെന്തോ അത് വിശ്വസിക്കുക, അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതുകൊണ്ട് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദിയിൽ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, അംഗീകാരത്തിലൂടെ അള്ളാഹുവിന് നൽകിയതായ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ വന്നതുപോലെ, വിശേഷിപ്പിച്ചതുപോലെ വിശ്വസിക്കുക. ഇതാണ് വേണ്ടത്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അമിറൂഹ കമാ ജാഅത്, എപ്രകാരം അവ വന്നുവോ അതുപോലെ നിങ്ങൾ അതിനെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ വിശ്വസിക്കുക, ആ രീതിയിൽ അതിനെ അംഗീകരിക്കുക.
ഇത്രയും സമയം ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടർത്തി പറയുന്നത് മിൻ ഗൈരി തകീഫിൻ വലാ തംസീൽ ബൽ യുഅ്മിനൂന ബിഅന്ന അല്ലാഹ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ ഫലാ യൻഫൂന അൻഹു മാ വസഫ ബിഹി നഫ്സഹു വലാ യുഹർരിഫൂന അൽ കലിമ അൻ മവാദിഇഹി. ഈ ഒരു ഭാഗവും നമ്മൾ തഹരീഫിനെ കുറിച്ചും തഅ്തീലിനെ കുറിച്ചും പറഞ്ഞതുപോലെ ചില ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ എന്താണ് തകീഫ്, എന്താണ് തംസീൽ എന്നുള്ള ഭാഗവും ബാക്കി ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ആ ഭാഗവും ഇൻഷാ അല്ലാഹ് നമ്മളൊരു ക്ലാസ് ആയിട്ടത് ഇവിടെ ഇൻഷാ അല്ലാഹ് തുടർത്തി സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശേഷിപ്പിച്ചത് യാതൊരു മാറ്റത്തിരുത്തലുകളും നടത്താതെ നിരാകരിക്കാതെ യഥാവിധം വിശ്വസിക്കുക, ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ ഇപ്പറയപ്പെട്ടതാണ്. എന്നാൽ പിഴച്ചുപോയ കക്ഷികൾ, സിഫാത്തിൻ്റെ വിഷയത്തിലും അസ്മാഇൻ്റെ വിഷയത്തിലും പിഴച്ചുപോയ കക്ഷികൾ എന്താണോ അവരുടെ ഇന്നലകളിൽ പറഞ്ഞു പോയിട്ടുള്ളത്, ആ ഒരു വിശ്വാസമാണ് ഇന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയായി നമ്മുടെ കേരളക്കരയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പണ്ട് മുഅ്തസിലികളും അതേപോലെ തന്നെ ജഹ്മികളുമൊക്കെ സിഫാത്തുകളെ നിരാകരിക്കുകയും അതേപോലെ തന്നെ കൂട്ടിമാട്ടുകയും അവയെ ദുർവ്യാഖ്യാനിക്കുകയും അതേപോലെ തന്നെ തഹരീഫ് നടത്തുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. ഇന്ന് ആ തഹരീഫും തഅ്തീലും ഉള്ളതോടൊപ്പം ഒരു ഭാഗം കൂടി നമ്മുടെ നാട്ടിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകൾ അസ്മാഉ വ സിഫാത്തിൻ്റെ വിഷയത്തിൽ ഏറെ ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് അവരുടെ പരിഹാസങ്ങൾ. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും അവയെ കൂട്ടിമാട്ടുകയും ചെയ്യുന്നതോടൊപ്പം അവയെ പരിഹസിക്കുന്ന ഒരു പ്രവണത അത് നമ്മുടെ കേരളക്കരയിൽ വളർന്നു വന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പണ്ഡിത വേഷധാരികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെ പറഞ്ഞതിന് ശേഷം ആ വിശേഷണങ്ങളെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, മനസ്സിലായില്ലേ, ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ അള്ളാഹു അർശിന്മേലാണെന്ന് പറയുമ്പോൾ ആ അർശിന്മേലാണ് എന്നുള്ളതിനെ സൃഷ്ടികളോട് ഉപമിച്ചതിന് ശേഷം കളിയാക്കുക. അള്ളാഹുവിൻ്റെ വജ്ഹ് സ്ഥിരപ്പെടുത്തുന്ന വചനം കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു എന്ന് പറയുന്ന ആ വചനത്തെ എടുത്തുദ്ധരിച്ചതിന് ശേഷം വഹാബികൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ഐസ് പോലെയാണ്, ഐസ് തിന്നു കഴിഞ്ഞാൽ കോലല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ, അതേപോലെയാണ് ഇവരുടെ പടച്ചോൻ എന്ന രീതിയിൽ അള്ളാഹുവിനെ പരിഹസിക്കുകയും നഊദു ബില്ലാഹ് കളിയാക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് മൻ ഫിസ്സമ, ആകാശത്തിന്മേലുള്ളവൻ എന്ന് പറഞ്ഞു. ആ ഫിസ്സമ എന്നുള്ളതിന് അലസമ, ഫി എന്നുള്ളതിന് അല എന്ന അർത്ഥമുണ്ട്. ആ അർത്ഥം പോലും ഉണ്ട് എന്നുള്ളത് അറിയുന്നതിനെ മൂടി വെച്ചുകൊണ്ട് ഈ ഒരു വിശേഷണത്തെ കളിയാക്കാൻ വേണ്ടി ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിന് ഉള്ളിൽ എന്ന് പറഞ്ഞ് ആ രീതിയിൽ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന കുറേ ദുരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. വഴിപിഴവിൻ്റെ, സിഫാത്തുകളുടെ വിഷയത്തിൽ പിഴച്ചു പോയതിൻ്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തഹരീഫുണ്ട്, തഅ്തീലുണ്ട്, അതോടൊപ്പം ഇസ്തിഹ്സാവും സുഖ്രിയത്തും, പരിഹാസവും അതേപോലെ തന്നെ അധിക്ഷേപിക്കലും കൂടി ഈ ഒരു വിഭാഗത്തിൻ്റെ അടുക്കൽ കൂടുതലായി ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷേ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ യഥാവിധം പാണ്ഡിത്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും
ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.